ആ ഇത് ഞാനിടും. അസു കഴിക്കുക. ഇന്ന് നമ്മളെ ഇടിയപ്പപ്പൊടി കൊണ്ടൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കുവാണേ. ഇത് വീട്ടിൽ ആർക്ക് വേണേലും ഉണ്ടാക്കാം കേട്ടോ. സിമ്പിളാ, ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല, നമുക്കൊരു പേരിടാം. നൂൽമധുരം എന്ന് പേരിടാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഫേസ്ബുക്കിൽ ആരുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയതാണ്. അവർക്കും പേരില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നൂൽമധുരം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അത് നമ്മൾ ഇടിയപ്പത്തിൻ്റെ പൊടി സാധാ കുഴയ്ക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളത്തിലേക്ക് മാവിട്ട് കുഴയ്ക്കുന്ന ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എനിക്ക് ഏറ്റവും എളുപ്പമുള്ള രീതി മാവിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കുന്ന രീതിയാണ് കേട്ടോ. ഇതാണ് എനിക്ക് ഈസി ആയിട്ട് തോന്നുന്ന രീതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതി എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ നേരെ ഇടയ്ക്ക് ജിമ്പിൽ പണിയൊന്നാണ് ഇപ്പം നിങ്ങൾ കണ്ടേ. അപ്പം നമ്മൾ നേരെ ഇടിയപ്പത്തിൻ്റെ ആ മാവ് ഇടിയപ്പത്തിന് എങ്ങനെ കുഴയ്ക്കുന്നോ അതുപോലെ തന്നെ. അപ്പോൾ ഞാനിവിടെ ഇടിയപ്പം കുഴയ്ക്കാൻ നേരത്ത് ആ തിളപ്പിക്കുന്ന വെള്ളത്തിൽ ജീരകം കൂടി ഇടും കേട്ടോ. അപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റും കൂടി നമ്മുടെ ഈ ഇടിയപ്പത്തിന് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇടിയപ്പം ഇവിടെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങയും ശർക്കരയും ചിരകി എടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മൾ കോഴിക്കോട്ട ഉണ്ടാക്കിയില്ലേ, ആ ഒരു സംഭവം തേങ്ങ ചിരകിയതും ശർക്കരയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള അത് സംഭവം കൂടി ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് കോഴിക്കോട്ടയ്ക്ക് എന്തൊക്കെ വേണോ അത് കോഴിക്കോട്ട വെക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ തേങ്ങാപ്പീര വെക്കുമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. തേങ്ങ നിങ്ങൾക്ക് മധുരം എന്തോരം വേണോ അത്രയും ചേർക്കാം. ഇപ്പം ഞാൻ മധുരം ആവശ്യത്തിന് കുറച്ച് മധുരമുള്ളൂ, തേങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര ചേർത്തിട്ടുള്ളൂ. ഇനി നമ്മുടെ ഈ ഇടിയപ്പ അച്ചിലേക്ക് സേവനാടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു വാഴയില, ഞാൻ ഇവിടെ ഇപ്പോൾ വെച്ചേക്കുന്ന ഇഡ്ഡലിത്തട്ടാണ്. ഇഡ്ഡലിത്തട്ടിലേക്ക് ഒരു വാഴയില വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഓർക്കണം, ഞാനിപ്പോൾ ഇത് ആദ്യം എടുത്തപ്പം ഈ വാഴയില വാട്ടിയില്ല. അപ്പോൾ ഈ ഇടിയപ്പം ഇതിന്ന് വിട്ടു പോകുന്നില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിങ്ങനെ പീച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരെ തേങ്ങ ചിരകിയത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇല നേരെ മടക്കി വെച്ചാലും മതി. നമുക്ക് ഈ സംഭവം കൃത്യമായിട്ട് കിട്ടും കേട്ടോ. ഞാനിത് വിട്ടുപോരാൻ വേണ്ടി ഒന്ന് നോക്കി, പക്ഷെ കിട്ടില്ല. ഇല വാട്ടിയെടുക്കുവാണെങ്കിൽ നമുക്ക് വിട്ടുപോരും. അപ്പം നേരെ മടക്കിയിട്ട് ഇഡ്ഡലിത്തട്ടിലേക്ക് വെച്ച് ആവി കയറ്റി എടുത്താൽ മാത്രം മതി. ശരിക്കും പറഞ്ഞാൽ ഇത് വാട്ടി ഇലയിലാണ് ഇപ്പോൾ ഇങ്ങനെ വിട്ടു വരുന്നത്. നേരെ ഇഡ്ഡലിത്തട്ടിലേക്ക് ഇങ്ങനെ കൊണ്ട് വെച്ചാൽ മതി. അതിനാണ് 2 ഇല അത് വെച്ചത്. ഞാൻ നേരെ ചെയ്തത് വാഴയിലേക്ക് അകത്ത് തന്നെ വെച്ച് ചുരുട്ടി വെക്കുക ചെയ്ത്, എന്നിട്ട് പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ പൂർണ്ണമായിട്ടും വിട്ടുവരും. ഒരു 2 മിനിറ്റ് എടുത്തുള്ളൂ ഇത് ഉണ്ടാക്കാൻ കേട്ടോ. ഒന്ന് ആവി കയറി വെന്ത് വരേണ്ട നേരം, പിന്നെ മാവ് കുഴയ്ക്കുന്ന നേരം, കൂടിപ്പോയ ഒരു 5 മിനിറ്റ്. ഈ വീഡിയോയുടെ ലെങ്ത് തന്നെ 4 സംതിങ്ങേ ഉള്ളൂ. ഈ വീഡിയോയുടെ ലെങ്ത് തന്നെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ള സമയം കിട്ടുള്ളൂ. ഇത് മൊത്തം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആദ്യം ഞാൻ കരുതി വേവില്ല എന്ന് കരുതി, പക്ഷെ നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. ഇത് വൈകുന്നേരം ചെറിയൊരു സ്നാക്കായിട്ട് ഞങ്ങൾ ഒരു ചെറിയ അച്ച് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിച്ചു നോക്കുവാണേ. അസു കഴിക്കുക. ചിറ്റ ഓടി നടന്ന് കഴിക്കുന്ന ആളുടെ അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊട്ടുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.